നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2026 മുതൽ 2030 വരെയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ കർക്കിടകം രാശിക്കാരുടെ ഭാവിയെ കുറിച്ചാണ് വളരെ വിശദമായി സംസാരിക്കുന്നത്. നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസത്തിന് വകയുണ്ട്. കാരണം ജ്യോതിഷപരമായി ആളുകൾ ഏറെ ഭയപ്പെടുന്ന കണ്ടകശനിയോ ഏഴരശനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ശനിദോഷങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല. ആദ്യം നമുക്ക് ശനിഗ്രഹത്തിന്റെ ഇപ്പോഴത്തെയും വരാനിരിക്കുന്നതുമായ സ്ഥാനചലനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇപ്പോൾ ശനി നിങ്ങളുടെ ജാതകത്തിലെ 9ാം ഭാവത്തിലാണ്, അഥവാ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ 2027 ജൂൺ 3 മുതൽ 2030 മാർച്ച് വരെയുള്ള കാലയളവിൽ ശനി അടുത്ത ഭാവത്തിലേക്ക് മാറുകയും അവിടെ തുടരുകയും ചെയ്യും. അതായത് 2027 ജൂൺ മാസം മുതൽ ആരംഭിച്ച് 2028 മുഴുവനും 2029 മുഴുവനും ശനി നിങ്ങളുടെ ജാതകത്തിലെ 10ാം ഭാവത്തിൽ അഥവാ കർമ്മസ്ഥാനത്തായിരിക്കും നിലകൊള്ളുക. ശനി 10ാം ഭാവത്തിലേക്ക് വരുന്നു എന്നതിന്റെ പ്രധാന അർത്ഥം വരാനിരിക്കുന്ന കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നെത്തുമെന്നാണ്. ഇത് നിങ്ങളെ കൂടുതൽ ഗൗരവമുള്ളവരാക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് തൊഴിലിലോ ജീവിതത്തിലോ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. ലക്ഷ്യങ്ങൾ നേടാനായി വലിയ പ്രയത്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. കഠിനാധ്വാനത്തിന്റെ ഫലമായി മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. കരിയറിൽ മുന്നേറാൻ സഹായിക്കുന്ന നിരവധി പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഈ മാറ്റങ്ങളെല്ലാം തന്നെ 2027 ജൂൺ മുതൽ 2030 മാർച്ച് വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് വരുന്നത് നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ്. ജ്യോതിഷത്തിൽ ശനി എന്നാൽ കർമ്മത്തിന്റെ അഥവാ അധ്വാനത്തിന്റെ ഗ്രഹമാണ്. 10ാം ഭാവം എന്നാൽ നമ്മുടെ കർമ്മസ്ഥാനം അഥവാ തൊഴിൽ മേഖലയാണ്. അപ്പോൾ കർമ്മത്തിന്റെ നാഥനായ ശനി സ്വന്തം കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇനി നിങ്ങൾക്ക് മടിയനായി ചുമ്മാതിരിക്കാൻ സാധിക്കില്ല. മുൻപ് നിങ്ങൾ കാര്യമായ ഉത്തരവാദിത്തങ്ങളില്ലാതെ കിടന്നുറങ്ങിയും എഴുന്നേറ്റും വെറുതെയിരുന്നും ജീവിതം ആസ്വദിക്കുകയായിരുന്നുവെങ്കിൽ ഇനി ആ പഴയ സുഖലോലുപതയും മടിയും മാറ്റിവെക്കേണ്ടി വരും. കാരണം ഇത് നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കും. എന്നാൽ കഠിനാധ്വാനം ചെയ്യാൻ മടിയുള്ളവർക്കും ഒട്ടും പ്രയത്നിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ സമയം കഠിനമായി തോന്നാം. ദിവസവും സ്വയം 1% മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ 1 വർഷം കൊണ്ട് നിങ്ങൾ പൂർണ്ണമായും പുതിയൊരു മനുഷ്യനാകുമെന്ന് പറയുന്നത് പോലെ ശനീശ്വരൻ നിങ്ങളെ കൊണ്ട് കഠിനമായി അധ്വാനിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കും. കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശനി 10ാം ഭാവത്തിലേക്ക് വരുന്നതോടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ജോലിയിൽ സ്ഥലം മാറ്റം ലഭിക്കാൻ വളരെ അനുകൂലമായ സാഹചര്യമാണ്. നിങ്ങൾ സ്വയം ഒരു സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കും. അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച യോഗവും ഈ സമയത്ത് തെളിയും. ജ്യോതിഷ നിയമപ്രകാരം ശനി 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിലെ 12ാം ഭാവത്തിലേക്ക് പതിക്കും. 12ാം ഭാവം എന്നാൽ വിദേശത്തെയും ദൂരദേശങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് കർക്കിടക രാശിക്കാർക്ക് ഈ സമയത്ത് ദീർഘദൂര യാത്രകൾ ചെയ്യാനും വിദേശ യാത്രകൾ നടത്താനുമുള്ള യോഗം വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും രാജ്യത്തിനകത്ത് തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ ജാതകത്തിലെ 4ാം ഭാവത്തെയും നോക്കുന്നുണ്ട്. 4ാം ഭാവം എന്നാൽ സ്വത്ത്, വീട്, വാഹനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഇതിന്റെ ഫലമായി വരാനിരിക്കുന്ന 2 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്വത്തുക്കളിൽ വലിയ മാറ്റങ്ങൾ വരും. സ്വന്തമായി വീടോ ഭൂമിയോ വാങ്ങാൻ സാധിക്കും. നിലവിലുള്ള വീടോ പ്രോപ്പർട്ടിയോ വലിയ രീതിയിൽ പുതുക്കി പണിയാൻ സാധിക്കും. ബിൽഡിംഗ് മെറ്റീരിയലുകളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാനോ ബിസിനസ്സിലേക്കോ ഫാക്ടറിയിലേക്കോ ആവശ്യമായ വലിയ മെഷീനുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങാനുള്ള മികച്ച അവസരങ്ങൾ വന്നു ചേരും.
വരാനിരിക്കുന്ന 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന കർക്കിടക രാശിക്കാരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജ്യോതിഷപരമായി ഇതിന് കാരണമാകുന്ന ഗ്രഹസ്ഥിതികൾ ഉള്ളതാണ് ഇതിന് കാരണം. ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം 2026 ജൂൺ 2 നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരികയാണ്. 1 വർഷക്കാലം വ്യാഴം ഇവിടെ തുടരും. അവിടെ നിന്നും വ്യാഴത്തിന്റെ 7ാമത്തെ ദൃഷ്ടി നേരെ നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിലേക്ക് അഥവാ വിവാഹസ്ഥാനത്തേക്ക് പതിക്കും. അതിനുശേഷം ശനിഗ്രഹം നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് വരികയും അവിടെ നിന്ന് ശനിയുടെ 10ാമത്തെ ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് വീഴുകയും ചെയ്യും. അതായത് ശുഭഗ്രഹമായ വ്യാഴവും കർമ്മദാതാവായ ശനിയും ഒരുപോലെ നിങ്ങളുടെ വിവാഹഭാവത്തെ അനുഗ്രഹിക്കുന്നതിനാൽ ഈ കാലയളവിൽ വിവാഹം നടക്കാനുള്ള സാധ്യത 100% ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറ്റി സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന 1.5 വർഷത്തിനുള്ളിൽ അതിന് വളരെ മികച്ച സാധ്യതകളുണ്ട്. എല്ലാ കർക്കിടക രാശിക്കാരും ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നല്ല ഇതിനർത്ഥം. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ദിവസ വരുമാനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ സാമ്പത്തിക പുരോഗതി ഈ സമയത്ത് കാണാൻ കഴിയും. 2027 ജൂലൈ മാസത്തിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 2ാം ഭാവത്തിലേക്ക് അഥവാ ധന വാക്സ്ഥാനത്തേക്ക് മാറും. 2027 ജൂലൈ മുതൽ 2028 ജൂൺ വരെയുള്ള 1 വർഷക്കാലം നിങ്ങളുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് വളരെ മികച്ച കാലമായിരിക്കും. അധ്യാപകർ, ടീച്ചിങ് പ്രൊഫഷണൽസ്, കൗൺസിലർമാർ, കൺസൾട്ടൻസ്, ഡോക്ടർമാർ തുടങ്ങിയവർക്ക് ഈ സമയം കൂടുതൽ മികച്ചതായിരിക്കും. 2028 ജൂലൈക്ക് ശേഷം വ്യാഴം 3, 4 ഭാവങ്ങളിലേക്ക് മാറുമ്പോൾ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ വഴി ജോലി ചെയ്യുന്നവർ, യൂട്യൂബ്, ഇൻഫ്ലുവൻസിംഗ് പോലുള്ള സോഷ്യൽ മീഡിയ ജോലി ചെയ്യുന്നവർ, ഹ്രസ്വദൂര യാത്രകൾ ചെയ്യേണ്ടി വരുന്നവർ, ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കെല്ലാം ഈ സമയം വളരെ അനുകൂലമായിരിക്കും. 2030 മാർച്ചിൽ ശനിഗ്രഹം നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് അഥവാ ലാഭസ്ഥാനത്തേക്ക് പ്രവേശിക്കും. ശനി നിങ്ങളുടെ 7, 8 ഭാവങ്ങളുടെ അധിപനാണ്. 7ാം ഭാവാധിപൻ 11ൽ വരുന്നത് വഴി നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വലിയ സാമ്പത്തിക ലാഭവും കരിയറിൽ ഉന്നതിയും ഉണ്ടാകും. എന്നാൽ ഇതോടൊപ്പം നിങ്ങളുടെ ചെലവുകൾ വളരെയധികം വർദ്ധിക്കും. വീടോ വാഹനമോ വാങ്ങാനായി ഈ സമയത്ത് നിങ്ങൾ വലിയ തുക ലോൺ എടുക്കാനും സാധ്യതയുണ്ട്. നിലവിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ 2030 ശനി നിങ്ങളുടെ 5ാം ഭാവത്തെ അഥവാ പ്രണയസ്ഥാനത്തെ നോക്കാൻ തുടങ്ങുന്നതോടെ പ്രണയബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ കാണാൻ തുടങ്ങും. സാധാരണയായി കർക്കിടക രാശിക്കാരുടെ പ്രണയത്തിൽ അഥവാ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം മറ്റാരുമല്ല, അവരുടെ സ്വന്തം സ്വഭാവം തന്നെയാണ്. പെട്ടെന്ന് മൂഡ് മാറുക, പെട്ടെന്ന് ദേഷ്യം വരികയോ സങ്കടം വരികയോ ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുക, പങ്കാളിയെ അനാവശ്യമായി സംശയിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുക, ഇവയെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ജ്യോതിഷപരമായി കർക്കിടക രാശി എന്നത് ഒരു ജലരാശിയാണ്. ഇതിന്റെ അധിപൻ ചന്ദ്രനാണ്. വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ കർക്കിടക രാശിക്കാരുടെ മനസ്സും എപ്പോഴും ചഞ്ചലമായിരിക്കും, ഒരിടത്തും ഉറച്ചു നിൽക്കില്ല. ഇവരുടെ മനസ്സിൽ എപ്പോഴും പലവിധ ചിന്തകൾ കാടുകയറി നടക്കും. അതിൽ ചിലത് ശരിയായിരിക്കാം, എന്നാൽ ഭൂരിഭാഗവും വെറും തോന്നലുകളോ നെഗറ്റീവ് ചിന്തകളോ ആയിരിക്കും. അവർ സ്വന്തമായി മനസ്സിൽ ഒരു നെഗറ്റീവ് കഥയുണ്ടാക്കി അത് സത്യമാണെന്ന് വിശ്വസിക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ 10 പേർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കർക്കിടക രാശിക്കാർ അത് കേൾക്കില്ല. കാരണം അവർ സ്വന്തം മനസ്സ് പറയുന്നത് മാത്രമേ കേൾക്കൂ. ഈ അമിത ചിന്തയും അനാവശ്യ സംശയങ്ങളും കാരണമാണ് പലപ്പോഴും നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴുന്നത്. അതിനാൽ ചിന്തകളെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമ്മുടെ ജാതകത്തിലെ ഏറ്റവും നിർണായകമായ രാഹുവിന്റെ സ്ഥാനചലനത്തെക്കുറിച്ച് നോക്കാം. 2026 ഡിസംബർ 6 മുതൽ 2028 ജൂലൈ വരെയുള്ള കാലയളവിൽ രാഹു നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ 7ാം ഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ്. ജാതകത്തിൽ 1ാം ഭാവം എന്നാൽ നമ്മൾ സ്വയമാണ്.
അതിന്റെ നേരെ എതിരെയുള്ള 7-ാം ഭാവം എന്നാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അത് പങ്കാളിയോ ബിസിനസ് പാർട്ണറോ അല്ലെങ്കിൽ മറ്റാരുമാകാം. ഈ സമയത്ത് നിങ്ങൾ പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ബന്ധങ്ങളിൽ രാഹു ഭ്രമമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുതിയ ആളുകളുമായി കൂട്ടുകച്ചവടത്തിനിറങ്ങുമ്പോൾ അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി, അത് സ്ത്രീയായാലും പുരുഷനായാലും, നിങ്ങളെ വശീകരിക്കുന്ന രീതിയിൽ വലിയ വലിയ ലാഭവാഗ്ദാനം ചെയ്താൽ പെട്ടെന്ന് വീഴരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തരൂ, ഞാനത് വെച്ച് 2 വർഷം കൊണ്ട് ഇരട്ടിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ആകർഷകമായ പ്ലാനുകളുമായി വന്നാൽ അതിൽ ചെന്ന് ചാടരുത്. ആളുകളെ വിശ്വസിക്കാം, പക്ഷെ അതിനു മുൻപ് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടണം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ്, ലോട്ടറി അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ എന്നിവയിലേക്ക് പണമിറക്കുമ്പോൾ നന്നായി ആലോചിക്കുക. കാരണം ധൃതി പിടിച്ചെടുത്ത് ചാടിയാൽ വലിയ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. രാഹു 7-ൽ വരുമ്പോൾ അതിന്റെ നേരെ എതിർവശത്ത്, അതായത് നിങ്ങളുടെ 1-ാം ഭാവത്തിലേക്ക് അഥവാ ജന്മരാശിയിലേക്ക് കേതു പ്രവേശിക്കും. കേതു എന്നാൽ വളരെ ദുരൂഹത നിറഞ്ഞ ഒരു ഗ്രഹമാണ്. കേതു ലഗ്നത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ് എന്നൊന്നും ചുറ്റുമുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. നിങ്ങൾ വളരെ കൗശലക്കാരും മൂർച്ചയേറിയ ബുദ്ധിയുള്ളവരുമായി മാറും. ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് കൂടുതൽ ആകൃഷ്ടമാകും. രാഹു അതിന്റെ പൂർണ്ണമായ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് തരുന്നത് 2028 ജൂലൈ മുതൽ 2029 അവസാനം വരെയുള്ള കാലയളവിലാണ്. കാരണം ഈ സമയത്ത് രാഹു നിങ്ങളുടെ ജാതകത്തിലെ 6-ാം ഭാവത്തിലേക്ക്, അതായത് രോഗ രിപു പ്രാരാബ്ധ സ്ഥാനത്തേക്ക് മാറും. 6-ാം ഭാവത്തിലെ രാഹു വളരെ ശക്തനും അനുകൂലനുമാണ്. ഈ 1.5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ശത്രുക്കളോ നിങ്ങളെ എതിർത്തവരോ നിങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുകയും ഞങ്ങളോട് ക്ഷമിക്കൂ എന്ന് പറയുകയും ചെയ്യും. ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും. എത്ര വലിയ കടബാധ്യതകളുണ്ടെങ്കിലും അതെല്ലാം വീട്ടി തീർക്കാനും കടങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും ഈ സമയം സഹായിക്കും. കോടതി കേസുകൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ നടന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്നിവയെല്ലാം അവസാനിക്കുകയും വിജയം നിങ്ങളുടെ കൂടെ വരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിലും മറ്റ് മത്സരങ്ങളിലും പങ്കെടുക്കാൻ ഏറ്റവും മികച്ച സമയമാണിത്. ഇതിലൂടെ വലിയ അംഗീകാരങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ശ്രദ്ധിക്കുക, രാഹു ഈ സമയത്ത് വരുന്നത് ധനുരാശിയിലേക്കാണ്. ജ്യോതിഷപ്രകാരം ധനുരാശിയിൽ രാഹു അത്ര വലിയ പവർഫുൾ അല്ലെങ്കിലും 6-ാം ഭാവം എന്ന സ്ഥാനത്തിന്റെ ബലം കൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾക്കും രോഗങ്ങൾക്കും മേൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. ഇതേ സമയത്ത് കേതു നിങ്ങളുടെ 12-ാം ഭാവത്തിലായിരിക്കും നിൽക്കുക. 12-ാം ഭാവത്തിലെ കേതു മോക്ഷകാരകനാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകും. ആഡംബരങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത ഒരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കും. ബാഹ്യമായ പ്രശ്നങ്ങളിൽ നിന്നൊഴിഞ്ഞ് സമാധാനത്തിന്റെ പുറകെ നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കും. എന്നാൽ 2030 ജനുവരിയിൽ രാഹു നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് അഥവാ ബുദ്ധി, പ്രണയം, വിദ്യാഭ്യാസ സ്ഥാനത്തേക്ക് മാറും. അവിടെ രാഹു 1.5 വർഷക്കാലം തുടരും. ഈ സമയം കർക്കിടക രാശിക്കാർ അല്പം ജാഗ്രത പാലിക്കണം. 5-ാം ഭാവത്തിലെ രാഹു അനാവശ്യ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രണയബന്ധങ്ങളിൽ വേർപിരിയൽ വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പങ്കാളിയുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോവുക. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 2030-ൽ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ശ്രദ്ധക്കുറവ് വരാനും പഠനത്തിൽ അനാവശ്യ തടസ്സങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാക്കാനും ഈ രാഹുമാറ്റം കാരണമായേക്കാം. ചുരുക്കത്തിൽ 2026 മുതൽ 2028 വരെയുള്ള സമയം വാഗ്ദാനങ്ങളിൽ വീഴാതെ സൂക്ഷിക്കണം. എന്നാൽ 2028 ജൂലൈ മുതൽ 2029 വരെയുള്ള കാലം നിങ്ങളുടെ ശത്രുക്കളുടെയും കടങ്ങളെയും ഇല്ലാതാക്കി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തരുന്ന സുവർണകാലമായിരിക്കും. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രന്റെ സ്വാധീനം മൂലമുണ്ടാകുന്ന മാനസികാവസ്ഥയിലെ മാറ്റങ്ങളും അമിത ഉത്കണ്ഠകളും മാറാൻ ദിവസവും ചന്ദ്രസ്തോത്രം 108 തവണ ജപിക്കുക.
ഇത് നിങ്ങളുടെ മനസ്സിന് നല്ല ഏകാഗ്രതയും ശാന്തിയും നൽകും. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ലതാണ്. ഇത് ശനി മൂലമുണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാനും നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മോചനം നേടി ജീവിതത്തിൽ വലിയ ധൈര്യവും ആത്മവിശ്വാസവും കൈവരിക്കാനും സാധിക്കും. കർക്കിടകൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.